അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ഓടിയെത്തുന്ന കിജുവിനാണെങ്കിൽ അവിടെ മൊത്തം ഓടി കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ചേട്ടന്റെ സാധനങ്ങളാണല്ലോ, അപ്പൊ ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ശരിയാണല്ലേ, എന്നാലും ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വെക്കേറ്റ് ആവണമെന്ന് പറയുമ്പോൾ സംഗിനൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സംഗിനോട് 3 വർഷം മുന്നേ ഞാൻ വാങ്ങിയതായി വീട്, ഞാനത് കമ്പനിയുടെ അണ്ടറിലാണ് വാങ്ങിയത്, എനിക്കൊരാൾക്ക് കൊടുക്കാനുള്ളതെന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും, കമ്പനിയുടെ അണ്ടറിലുള്ള വീട് നിന്റെ ആകില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു, ഇനി എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന സംഘം അവിടെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കിജുവിനാണെങ്കിൽ ദയവ് ചെയ്ത് പോകണം, എനിക്ക് അത്രയ്ക്കും ഇൻട്രസ്റ്റ് ഉള്ള വീടാണിത്, ഞാൻ എൻ്റെ ആത്മാവ് വരെ പണയം വെക്കാന്നൊക്കെ പറയുമ്പോൾ ഇതിന് മാത്രം എന്ത് കണക്ഷനാണ് എനിക്ക് വീടായിട്ടുള്ളതെന്ന് സംഘോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിജുവിനാണെങ്കിൽ ഇത് ജൂക്കി താമസിച്ച വീടായിരുന്നു, അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതെന്നൊക്കെ പറയുമ്പോൾ ഇവനൊന്ന് സർപ്രൈസ്ഡ് ആവുന്നുണ്ട്. എന്തായാലും ഈ വീട് ഞാൻ തരത്തില്ല എന്ന് സംഘം പറയുമ്പോൾ ഇവനാകെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് അവൻ ആ ടേബിളിൽ ഇരിക്കുന്ന ചപ്പലും മറ്റും കാണുന്നത്. ഇവിടെ മറ്റാരെങ്കിലും താമസിക്കുന്നുണ്ടോ, അല്ല ഇത് ഗേൾ ഫ്രണ്ടിന്റെ ആണോ എന്ന് ചോദിക്കുന്ന കിജുവിനോട് ഇവനാണെങ്കിൽ പെട്ടെന്ന് അല്ല ഇതൊരു ബോയുടെ എന്ന് പറയാൻ വരുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന കിജുവിനാണെങ്കിൽ ബോയ്യാ, അപ്പൊ ചേട്ടൻ ഗേ ആണോ, അല്ല ചേട്ടൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ സംഘാണെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട്. അപ്പൊ കിജുവിനാണെങ്കിൽ ഇനി നമ്മൾ ചേട്ടനും അനിയനും തമ്മിലുള്ള ഒരു ബന്ധവുമില്ല, ഇവിടെ വെച്ച് എല്ലാം മുറിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. സംഘാണെങ്കിലോ ഇതപ്പോ ജൂക്കിയുടെ വീടായിരുന്നു, വെറുതെ അല്ല അന്ന് അവൾ ഇത്ര പരിചയമൊക്കെ കാണിച്ചത്, എന്നാലും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു റിലേഷനും ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നവിടെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം സംഘാണെങ്കിൽ ഇവളെ പറ്റി ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കും സെപ്പറേറ്റ്, അത് മൊത്തം ഇരുന്ന് വായിക്കുന്നതും. ഇതേ ടൈമില് ജൂക്കിയുടെ വീട്ടിലാണെങ്കിലോ അച്ഛൻ എന്തോ ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന്ന് അയക്കേണ്ടതാണ്, നീ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഓ അതല്ലേ, അത് ഞാൻ വേസ്റ്റ് പേപ്പേഴ്സിന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവള് പറയുന്നത്. അപ്പൊ അച്ഛനാണെങ്കിൽ നോക്കുമ്പോൾ ഇവള് തലേ ദിവസം ഒരു കോൺട്രാക്ട് പേപ്പർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ അച്ഛൻ ഈ കവിത എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. ആളാണെങ്കിൽ മറുവശത്ത് എന്താണെന്നൊന്നും നോക്കാതെ അതങ്ങ് പോസ്റ്റ് അയക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്ന ടൈമില് അനിയത്തിയാണെങ്കിൽ ഞാൻ മാത്രമേ അമ്മേനെ പോലെയുള്ളൂ, ബാക്കി നിങ്ങളൊന്നും വലിയ കണക്കൊന്നുമില്ല, പക്ഷേ ഞാൻ അമ്മയുടെ അത്ര സുന്ദരിയൊന്നുമില്ല, എൻ്റെ കണ്ണ് കണ്ടില്ല, തീരെ ഭംഗിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവര് 3 പേരും ഇതേ ഞങ്ങളുടെ കണ്ണ് കാണാൻ അത്രയ്ക്കും ഭംഗിയില്ല, നിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിലാണ് സംഘ് വിളിക്കുന്നതും സംഘിന്റെ പേര് ഇവള് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗോങ്കാൽ പാങ് എന്നായിരിക്കും കേട്ടോ. ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊറിയയിൽ കിട്ടുന്ന ചൈനീസ് ആണ് സംഭവം, ഇതൊരു ഫേക്ക് ബ്രെഡ് ആണ്. അപ്പൊ ഫേക്ക് എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇവളിത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് കാണുന്ന അനിയത്തിയാണെങ്കിൽ ഇത് കോള് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് എടുക്കേണ്ട എന്ന് പറയുന്നത്, പിന്നീട് സംഘ് വിളിക്കുമ്പോൾ കോൾ എടുക്കുന്നത് അനിയത്തിയായിരിക്കും. ഇത് ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ജൂക്കിയുടെ അനിയത്തിയാണ്, നിങ്ങൾ ഗോങ്കാൽ പാങ് അല്ലേ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചേച്ചി ഇഷ്ടമാണോ എന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഇവനാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ജൂക്കിയാണെങ്കിൽ നിന്നോട് ആര് പറഞ്ഞിട്ട് ഫോൺ എടുത്തെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടായി പെട്ടെന്ന് കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സംഘാണെങ്കിൽ അവളുടെ അനിയത്തിയും എന്റെ കോൾ അവോയ്ഡ് ചെയ്യുകയാണോ എന്ന് അവിടെ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ലീഹയാണ് കാണിക്കുന്നത്. ഇവളുടെ ഒരു ഷൂട്ടിംഗ് പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുകയായിരിക്കും. ആ ടൈമിൽ ഇവളുടെ ഹെൽപ്പർ ബോയ് ആണെങ്കിൽ ഒരു ഇന്റർവ്യൂ ടീംസിന്റെ കൊണ്ടിട്ട് ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവളിത് കേൾക്കുന്ന ടൈമിൽ നിനക്കെന്താ ഭ്രാന്തുണ്ടോ, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിയത്തില്ലേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഈ വന്ന ഗേൾസ് ആണെങ്കിൽ ഞങ്ങളൊരു TV പ്രോഗ്രാം നടത്തുന്നുണ്ട്, അതായത് ഇത്രയും സെലിബ്രിറ്റി ആയ ആളുകൾക്ക് പണ്ട് ക്രഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ആരാന്നൊക്കെ കണ്ടുപിടിച്ച് അവർ തമ്മിലൊരു ടോക്ക്, അതാണ് വിഷയം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ TV ഷോസ് ഒന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവരെ നന്നായിട്ട് താഴ്ത്തിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗേൾസ് ആണെങ്കിൽ എന്തൊരു അഹങ്കാരം, വല്ലാത്ത സാധനം തന്നെയാന്നൊക്കെ പതുക്കെ പറയുന്നുണ്ട്. ഈ ടൈമിലൊക്കെ തന്നെ പിന്നിൽ നിൽക്കുന്ന നഞ്ജുനാണെങ്കിൽ ഇവളുടെ ഫർ ഉണ്ടല്ലോ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ കിം അങ്ങോട്ട് വരുന്നതും പിന്നീട് സംസാരിക്കുന്ന ടൈമിൽ ഇവൾക്ക് അതിന് കഴിയുന്നില്ല. അങ്ങനെ പിന്നീട് ലീഹാൻ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നതും ഇന്റർവ്യൂയുടെ അവസാനമായിട്ട് നിങ്ങൾ ഒരുപാട് ഫാഷനബിൾ ആണല്ലോ, അപ്പോൾ ഈ ഗ്ലോബൽ സ്റ്റാർസ് ഒക്കെ ഇപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഫാഷൻസ് ഒക്കെ തിരഞ്ഞെടുക്കുന്നത്, അപ്പോൾ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഫർ ആണല്ലോ, അപ്പോൾ ഇതും അതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഫേക്കോ എന്ന് ചോദിക്കുന്ന ലീഹയ്ക്ക് പെട്ടെന്ന് പണിപ്പാളിപ്പോയി എന്ന് മനസ്സിലാകുന്നുണ്ട്. അവളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫറൊക്കെ ഉപയോഗിക്കുന്നത് ശരിക്കും നല്ലതല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഫേക്ക് ആയിട്ടുള്ളതൊക്കെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞ് അങ്ങ് കിടന്ന് ഉരുളുന്നുണ്ട്. അപ്പം നഞ്ജുനാണെങ്കിൽ ശരിക്കും പെട്ടു എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കിയുടെ വീട്ടിലേക്ക് നേരിട്ട് സംഘ എത്തുന്നുണ്ട്. അത് ശരി, താൻ ഇവിടെ ഇതുപോലത്തെ പണിയിലാണല്ലേ, മനഃപൂർവ്വം എൻ്റെ കോഴ്സ് അവോയ്ഡ് ചെയ്യുമായിരുന്നില്ല എന്ന് ചോദിക്കുന്ന സംഘിനോട് അല്ല താൻ എന്താ ഇവിടെ, താനൊരു ഡോക്ടറല്ലേ, അവൾ ഒരുപാട് പണി ഉണ്ടായിരിക്കില്ലേ, ഓ പണക്കാരനാണല്ലോ അല്ലേ, അപ്പം പിന്നെ ജോലി പോയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ സംഘാണെങ്കിൽ അത് കൊള്ളാം, ഞാൻ വളരെ ബിസിയാണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഇപ്പോൾ ഇവിടേക്ക് വരാൻ സമയം വരെ ഉണ്ടാക്കിയതെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്താ അപ്പം ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്ന ജൂക്കിയോട് ഒരു സാധനം തരാൻ വന്നതാന്ന് പറഞ്ഞ് ഇവളുടെ ചെരുപ്പിൻ്റെ ഒരു ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. ഇത് നിൻ്റെയാണോ, വീട്ടിൽ നിന്ന് ഒരു പ്രത്യേക റൂമിൽ നിന്ന് കിട്ടിയതാ എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന ഇവള് പെട്ടെന്നൊന്നും സ്റ്റെക്ക് ആകുന്നുണ്ട്. ഇതിവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒന്നും അല്ല എന്ന് പറയുന്ന ജൂക്കിയോട്
ജൂക്കിയോട് മുന്നേ നീയല്ലേ അവിടെ ഉണ്ടായിരുന്നത്, അപ്പൊ ഇത് നിന്റെ തന്നെ ആയിരിക്കും, ഇതിന്റെ മറ്റേ പേര് വേണമെന്നുണ്ടെങ്കിൽ ഇവൻ പറയുമ്പോഴേക്കും അതങ്ങ് വലിച്ചെറിഞ്ഞേക്ക് എന്ന് ജൂക്കി അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ വലിച്ചെറിയാനോ, അപ്പൊ നിനക്കിത് വേണ്ടേ, ഇതിന്റെ കൂടെ വേറെ കുറെ സാധനങ്ങളും എനിക്ക് കിട്ടിയെന്ന് പറയുന്ന സംഗിനോട് എന്തൊക്കെ കിട്ടിയാലും അതെല്ലാം വലിച്ചെറിഞ്ഞേക്ക്, എനിക്ക് അതുകൊണ്ട് ഒരു ഉപകാരമില്ല, എനിക്കതൊന്നും ആവശ്യമില്ല എന്നിവൾ പറയുന്നതും ഇനി അത് മാറ്റി പറയത്തില്ലല്ലോ എന്ന് സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഇവൾക്ക് നഞ്ചുവിന്റെ കോള് വരുന്നതും കാര്യങ്ങളൊക്കെ ഇവൾ അറിയുന്നുണ്ട്. ഇവളാണെങ്കിൽ അവിടെ നിന്നും പിന്നീട് ഓടുന്നതാണ് കാണിക്കുന്നത്. ലീഹയാണെങ്കിലോ ഭയങ്കര കലിപ്പിലായിരിക്കും. സിഎയെ വിളിക്ക്, ഇവളെ ഇപ്പൊ തന്നെ പറഞ്ഞയക്കണം എന്നൊക്കെ പറയുന്നതും അങ്ങോട്ട് ഓടിയെത്തുന്ന ജൂക്കിയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത്, എന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലീഹയാണെങ്കിൽ ഇതാര്, ജൂക്കി മേഡോ, എവിടെയായിരുന്നു ഇത്ര കാലം, കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, എന്നെ ഓർമ്മയുണ്ടോ, നമ്മളൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്, അന്ന് ഇങ്ങനെയല്ല മോളെ അഭിനയിക്കുക എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടോണിലല്ല, കുറച്ച് റൂഡായിട്ടാണ് സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി എന്ന് ജൂക്കി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ നിങ്ങൾ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്, ഞാൻ ആകെ നാണം കെട്ടുപോയി എന്നൊക്കെ പറയുന്നതും ഇത് കുറച്ച് നേരത്തേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്, അതുകൊണ്ട് അവളെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ ജൂക്കി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിലോ എനിക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്, എൻ്റെ ദേഷ്യം പോകണമെന്നുണ്ടെങ്കിൽ മുട്ടുകുത്തിയിരുന്ന് മാപ്പ് പറയണം എന്നാണ് കേട്ടോ ലീഹ അവിടെ പറയുന്നത്. അങ്ങോട്ടെത്തുന്ന സംഘ് ഇതൊക്കെ കാണുമ്പോൾ ഇവന് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇവളാണെങ്കിലും മുട്ടുകുത്തിയിരിക്കാൻ പോകുമ്പോൾ നഞ്ചുനാണെങ്കിൽ നീ എന്തിനത് ചെയ്യുന്നത്, എൻ്റെ തെറ്റല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജൂക്കി അതിന് സമ്മതിക്കുന്നില്ല. ജൂക്കിയാണെങ്കിൽ മുട്ടുകുത്തിയിരുന്ന് സോറിയൊക്കെ പറയുന്നതും ലീഹയാണെങ്കിൽ എൻ്റെ ദേഷ്യം പോകുന്നത് വരെ നീ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ ടൈമിൽ ഈ ഷൂട്ടിങ്ങിന് വന്ന ആൾക്കാർ ഇത് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെയുള്ള സംഘ് അത് തടയുന്നതും നേരെ നല്ല സ്റ്റൈലായിട്ട് ലീഹയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഫർ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവളാണെങ്കിൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു ഫേക്കോ അല്ലെങ്കിൽ റിയലോ ആയിട്ടുള്ളതോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളെപ്പോലെയുള്ളൊരു സെലിബ്രിറ്റി ഇത് ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കുറച്ച് കൂടുതലാണ് എന്ന് പറയുമ്പോൾ അത് ലീഹയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. ശരി, ഇതിന് എന്ത് പ്രൈസാണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ലീഹയാണെങ്കിൽ ഇതിനിപ്പോൾ ഞാൻ എന്ത് ക്യാഷാ ഇടുക എന്ന് ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സംഘ് ആണെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഹൈ സൊസൈറ്റിയിൽ മെമ്പർ ആകാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവൻ്റെ കാർഡ് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തോ വലിയൊരു കൂട്ടായ്മയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ ഇനി തൻ്റെ ദേഷ്യം മാറിയല്ലോ, അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇവിടുന്ന് എണീക്കാലോ എന്ന് പറഞ്ഞ് ഇവളെ വലിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ലീഹയാണെങ്കിൽ ജൂക്കിയുടെ ആരാ ഇയാള്, മാനേജർ എങ്ങാനായിരിക്കും എന്ന് അവിടെ പറയുമ്പോൾ ഇവളുടെ ആ ബോയ് ആണെങ്കിൽ ഇവൻ കൊടുത്ത കാർഡ് നോക്കി എന്തായാലും ആ മാനേജർ നല്ല സൂപ്പർ റിച്ച് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലീഹയാണെങ്കിൽ എന്തെന്ന് ചോദിച്ചു ആ കാർഡ് വാങ്ങി നോക്കുന്നതും സുൻവു ഗ്രൂപ്പിന്റെ ആളോ, എൻ്റെ കൂടെ മിഡിൽ സ്കൂളിൽ ഇതേ പേരുള്ള ഒരാൾ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞ് അയാളാണോ ഇതെന്ന് പറഞ്ഞ് ഇവളൊന്ന് ഷോക്കാകുന്നുണ്ട്. ഇതേ സമയം സിഇഒ ആയ ജങ്ങും അതുപോലെ കിമ്മും അവരുടെ ഏജൻസിയുടെ മുന്നിൽ വെച്ച് കണ്ടുമുട്ടുന്ന ടൈമിൽ ഇവർ തമ്മിൽ മുന്നേ ഒരു നല്ല ടേംസിലല്ലാത്തത് കൊണ്ട് തന്നെ ദേഷ്യത്തിലാണ് നോക്കുന്നത്. അപ്പോൾ കിമ്മാണെങ്കിൽ അല്ല നിങ്ങളിപ്പോൾ പുതുതായിട്ട് ജൂക്കിനെ കോൺട്രാക്ട് ബേസിൽ എടുത്തു എന്ന് അറിഞ്ഞു, അല്ല ഈ ആകെ തകർന്നിരിക്കുന്ന സമയത്ത് ആളുകൾ പൊട്ട ഡിസിഷൻസ് എടുക്കാറുണ്ടെന്ന് അറിയാം, പക്ഷെ ഇത് വല്ലാത്തൊരു അബദ്ധമായി പോയല്ലോ എന്നൊക്കെ പറയുന്നതും നീ അധികം സംസാരിക്കേണ്ട, ലീഹയെ എൻ്റെ ഏജൻസിയിൽ നിന്നും തട്ടിയെടുത്ത പുള്ളിയല്ലേ നീ എന്നെ സീറോ ആക്കിയതാണ്, അതുകൊണ്ട് നീ അധികം സംസാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ജങ് ഇയാൾ അടിക്കാൻ വരെ പോകുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ടെത്തുന്ന ഒരു കൊറിയർക്കാരനാണെങ്കിൽ ജങ് അല്ലേ എന്ന് ചോദിക്കുന്നതും അതേന്ന് പറയുമ്പോൾ സമാധാനായി, ഇത് നിങ്ങൾക്കുള്ള കൊറിയർ ആണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിലും എന്ത് പണിയാ കാണിച്ച ആ ഫർ ഒരു ഫേക്കാണ്, അതിനുവേണ്ടി ഇത്രയും വാല്യൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ കാശ് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കേണ്ടത്. താൻ തൻ്റെ കൂട്ടുകാരി രക്ഷിച്ചു, ഞാനാണെങ്കിൽ കൂട്ടുകാരി രക്ഷിച്ച ധീരയായ തന്നെ അവിടെ നിന്ന് രക്ഷിച്ചു, അതിനു വേണ്ടിയല്ലേ ഉപയോഗിച്ചത്, അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് കാശിന് മൂല്യമുണ്ടാകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവനിങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ എന്താ ഡൊണേഷൻ കൊടുക്കുന്നത് നീ മുന്നേ കണ്ടിട്ടില്ലേ, അതോ ഞാൻ കൂളായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും പറയുന്നില്ല. കറക്റ്റ് ആ ടൈമിലാണ് കിജുൻ അങ്ങോട്ട് എത്തുന്നതും ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ച് ഇവനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കോയിൻസിഡൻസ് ആയി കണ്ടുമുട്ടിയതാണെന്ന് ജൂക്കി അവിടെ പറയുമ്പോൾ അല്ല നീയല്ലേ എന്നായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് പിന്നെ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നതെന്ന് സംഘം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിജുനാണെങ്കിൽ അതിന് ഞാൻ തന്നോടല്ലല്ലോ ചോദിച്ചെന്ന് പറയുന്നുണ്ട്. അല്ല ഞാൻ ഷോപ്പിൽ പോയിരുന്നു, അപ്പോൾ അവരാ പറഞ്ഞത് താൻ ഇങ്ങോട്ട് വന്നു എന്ന്, എന്താ കാര്യം എന്നൊക്കെ ഇവനവിടെ ചോദിക്കുമ്പോൾ സംഘാണെങ്കിൽ നീ എപ്പോഴും ഒരു സ്റ്റെപ്പ് ബാക്കിലാണെന്ന് കളിയാക്കി പറയുന്നുണ്ട്. കിജുനാണെങ്കിൽ ഒന്ന് പോയേ, എന്തായാലും നമുക്ക് ഇപ്പോൾ തന്നെ ഏജൻസിയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ കാര്യം എന്താന്ന് ചോദിക്കുന്ന ജൂക്കിയോട് താൻ കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്തുവല്ലേ കള്ളി എന്ന് പറയുന്നത് കേട്ട് ഇവർ രണ്ടുപേരും ഷോക്കാകുന്നുണ്ട്. പിന്നീട് ഈ കോൺട്രാക്ട് പേപ്പർ നോക്കി നിൽക്കുന്ന ജൂക്കിയാണെങ്കിൽ ഇതെങ്ങനെ ഇവിടെ എത്തി എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ സിഇഒ ആണെങ്കിൽ ഈ ജൂമാൻഷിക്ക് ആരാ എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ അച്ഛനാണോ അയച്ചെന്ന് ചോദിക്കുന്ന ജൂക്കിയോട് അച്ഛനല്ല അയച്ച്, അച്ഛൻ ഈ കവിത എഴുതുന്ന അസുഖമുണ്ടല്ലേ, ആൾ ഈ കവിത എഴുതുന്ന സ്ഥലത്തേക്ക് ഇത് അയച്ചു, അവരാണെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് പേപ്പർ ആണല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് അയച്ചു, അതാ സംഭവിച്ചെന്ന് പറയുമ്പോൾ കിജുനാണെങ്കിലും അപ്പൊ അവരോട് താങ്ക്സ് പറയണം, അവര് കാരണമല്ലേ ഇതിവിടെ എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്ന സിഇഒ ആണെങ്കിൽ സംഘ
സങ്കടത്തിൽ നീ എന്തിനാ കൊച്ചെ ഈ പേപ്പറിൽ സൈൻ ചെയ്തേന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജൂക്കി ആണെങ്കിലോ അല്ല അത് പിന്നെ ഇന്നലെ രാത്രി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, ആ സങ്കടത്തിൽ പറ്റിപ്പോയതാ. അല്ല ഒരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നേ വിചാരിക്കേണ്ട, ഞാൻ ഒപ്പിട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളൂ, അപ്പോൾ ഇത് കളയാലോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും പറ്റത്തില്ല, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെർമിനേഷൻ ഫീസ് തരേണ്ടി വരുമെന്ന് പറഞ്ഞ് കൂളായിട്ട് കിജുൻ അവിടെ നിന്നും പോകുമ്പോൾ ഇവൾ അത്ര കൂളായിരിക്കില്ല. അതുപോലെ സിഇഒയും ഇവളാണെങ്കിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു ഹെൽപ്പിന് വേണ്ടി സങ്ങിനെ നോക്കുമ്പോൾ ആ ടൈമിൽ തന്നെ യാങ്ങിന്റെ കോള് വരുന്നതും ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇവൾ ശരിക്കും പെട്ടുപോവാണ്. പിന്നീട് ഇവൻ നേരെ പോകുന്നത് ആ മീറ്റിംഗിലേക്കായിരിക്കും. അതായത് ഹീലിംഗ് വില്ലേജിന്റെ പ്രൊജക്ടിനെ പറ്റി ഇവൻ എല്ലാവർക്കും ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഡിമെൻഷ്യ, ഓർമ്മ നഷ്ടപ്പെടുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി. ഇതിന്റെ പേര് പറയുന്നത് പോലെ തന്നെ ഇതൊരു വില്ലേജ് ആയിരിക്കും. അവിടെ ഈ രോഗികൾക്ക് ഇഷ്ടം പോലെ നടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അവർ വളരെ ഫ്രീ ആയിരിക്കും. ഇതുവഴി നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് വരെ കുറയ്ക്കാൻ കഴിയും. ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഇവരുടെ കയ്യിൽ നിന്നും നമ്മൾ ഒരു പൈസയും ഈടാക്കില്ല എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കിളി പോകുന്നതും ഇവരിങ്ങനെ പിറുപിറുക്കുന്നൊക്കെയുണ്ട്. അപ്പം നമ്മുടെ പാര ഡോക്ടർ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ പൈസയൊന്നും ഈടാക്കുന്നില്ലെന്നു. ശരി, അതൊക്കെ ഇരിക്കട്ടെ, ഈ പദ്ധതിക്ക് ഫണ്ട് വേണമല്ലോ, അതെവിടെ നിന്നും കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ കൂളായിട്ട് നമ്മൾ ഡൊണേഷൻ വഴി ആളുകളിൽ നിന്നും സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ പാര ഡോക്ടർ ആണെങ്കിലും ഡൊണേഷൻ വഴി, അതും ഇത്രയും എമൗണ്ടോ, ഇതൊക്കെ നടക്കൂ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മീറ്റിംഗ് ഇവൻ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതും അതിനുശേഷം ഇവൻ ആൻറ്റിയോട് പറയുന്നുണ്ട്, ആൻറ്റിക്ക് ഈ പ്രൊജക്ട് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ. അപ്പോൾ ഈ ഡോക്ടർ ആണെങ്കിൽ അല്ല നേരത്തെ പറഞ്ഞല്ലോ ഡൊണേഷൻ വഴി ഫണ്ടൊക്കെ സ്വരൂപിക്കുന്നത്, അതെപ്പോഴാണ് എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ സമയമാവട്ടെ അതൊക്കെ സെറ്റ് ആയിക്കോളും എന്ന് സങ് പറയുന്നതും അല്ല ഈ സമയം എപ്പോൾ ആവുമെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ആൻറ്റി ആണെങ്കിൽ അവൻ പറഞ്ഞല്ലോ അത് അവൻ്റെ പ്രൊജക്റ്റ് അല്ലേ, അവൻ നന്നായിട്ട് ചെയ്യും, നിങ്ങളൊന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ആൻറ്റിയുടെ ഫേസ് അത്ര ഹാപ്പി ആയിരിക്കില്ല. അതായത് ഫേസ് ഒന്ന് ചേഞ്ച് ആവുന്നുണ്ട്. യാങ് ആണെങ്കിലോ നിങ്ങൾക്ക് ചെയർവുമണിനെ അത്രയ്ക്കും വിശ്വാസമാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സങ്ങിനോട് അല്ല ചെയർവുമണിന്റെ മനസ്സിൽ എന്താണെന്ന് ഒരിക്കലും എക്സ്പ്രഷനിലൂടെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന യാങ്ങിനോട് അങ്ങനെയായിരിക്കാം, പക്ഷെ ആളിത്തിരി സ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിലും ആളൊരു പാവമാണ്. എൻ്റെ അച്ഛനും മമ്മിയും മരിച്ച ശേഷം എന്നെ വളർത്തിയതും എൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങളും ചെയ്തത് ആൻറ്റിയാണ്. മൂത്ത ആൻറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പാരൻറ്റ് തന്നെയാണ്. ഞാൻ ഇതുവരെ എന്ത് ചെയ്താലും ആളതൊരു പ്രോത്സാഹിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ഇവൻ പറയുമ്പോൾ എന്നാൽ ശരി അങ്ങനെയായിരിക്കട്ടെ എന്ന് യാങ് പറയുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതായത് ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞ് ഒരു പെൻഡ്രൈവും കൊടുത്തിട്ടാണ് യാങ് അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ഇവൻ ഡോക്ടറെ കാണുന്നതും ഡോക്ടർ ആണെങ്കിൽ ഹീലിംഗ് വില്ലേജ് പ്രൊജക്ട് എന്താ ഫാസ്റ്റായിട്ട് നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കണ്ടീഷൻ നല്ല മോശമാകുന്നതിന് മുന്നേ തന്നെ എനിക്കിത് തീർക്കണമെന്ന് സങ് പറയുന്നുണ്ട്. അതുപോലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ നല്ല ഡോക്ടർ ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു ജോക്കൊക്കെ അവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ സങ് ആണെങ്കിൽ ഒരു പെൺകുട്ടിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയെ 3 വർഷം മുന്നേ അതായത് ആക്സിഡൻറ്റ് പറ്റിയ അന്ന് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ അത് കൊള്ളാലോ, നിങ്ങൾ ഇത്രയും തമ്മിൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കുമല്ലോ എന്നൊക്കെ അവിടെ പറയുന്നതും സങ് ആണെങ്കിൽ എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് അത് ഞാൻ മറന്നു പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെത്തുന്ന ഇവൻ ജൂക്കിയുടെ വീടിൻ്റെ ആ വഴി അത് വരച്ചത് സ്റ്റിക്ക് ചെയ്യുന്നതും പിന്നീട് പെൻഡ്രൈവിലേക്ക് നോക്കുന്നതായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ ജൂക്കി ആണെങ്കിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം നഞ്ജുവിന് വിവരിച്ചു കൊടുക്കുന്നതും നഞ്ജുവിനാണെങ്കിലും അവസാനം ഇതൊക്കെ വഴിതിരിഞ്ഞ് നിന്നിലേക്ക് തന്നെ എത്തിയില്ലേ, അതായത് നിനക്ക് എന്തോ ഒരു ചാൻസ് ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്, നീ ഒന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിനക്കെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്നാൽ ജൂക്കി ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അവൻ നഞ്ജുവിനാണെങ്കിൽ അല്ല ലീഹയുടെ അടുത്ത് വന്ന ആ ചെറുപ്പക്കാരൻ അതാരാ, 3 വർഷം മുന്നേ നീ കണ്ട അങ്ങോരാണോ എന്ന് ചോദിക്കുന്നതും അതേ എന്ന് പറയുമ്പോൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. ആള് നല്ല ഹാൻസം ആണല്ലോ എന്ന് പറയുന്ന നഞ്ജുവിനോട് ആ ഹാൻസം ഒക്കെയാണ് ആളെ സുൻവു ഗ്രൂപ്പ് താളാ എന്ന് പറയുന്നതും സുൻവു ഗ്രൂപ്പ് താളോ അപ്പോൾ ആള് ഭയങ്കര പണക്കാരനായിരിക്കുമല്ലോ, അപ്പം നീ എന്തായാലും ഡേറ്റ് ചെയ്യേണ്ട, ഓൾറെഡി നിനക്ക് ആൻറ്റി ഫാൻസിൻ്റെ എണ്ണം കൂടുതലാണ്, ഇനി ഇങ്ങോരേ കൂടി പ്രണയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം വീണ്ടും കൂടത്തേ ഉള്ളൂ, അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്രണയം നിനക്ക് സെറ്റ് ആവില്ല എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ അതിന് ഞാൻ ആളെ പ്രണയിക്കുന്നില്ലല്ലോ എന്ന് ചീറിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ കറക്റ്റ് അവിടെ കറണ്ട് പോകുന്നതും നഞ്ജുവിനാണെങ്കിൽ എനിക്കെന്തോ ഒരു ബാഡ് ഫീലിംഗ് തോന്നുന്നുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. വീട്ടിലെത്തുന്ന ജോക്കി കാണുന്നത് ഇവരെല്ലാവരും കാര്യമായിട്ട് എന്തോ സെർച്ച് ചെയ്യണം. അപ്പം എന്താ ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ അല്ല നിൻ്റെ അമ്മയുടെ ഫോട്ടോ ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അത് കാണാനില്ല, നമ്മൾ താമസം മാറിയപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നാ തോന്നുന്നതെന്ന് അച്ഛൻ പറയുന്ന ടൈമിലാണ് ജൂക്കിക്ക് കാര്യം കത്തുന്നത്. നേരത്തെ സങ് പറഞ്ഞിരുന്നു ഇവന്റെ കയ്യിൽ കുറച്ചുകൂടി സാധനങ്ങളുണ്ട് വേണോ എന്നൊക്കെ, അത് വലിച്ചെറിയാനാണ് ഇവള് പറഞ്ഞത്. ഇതേ ടൈമിൽ സങ് ആണെങ്കിൽ ആ പെൻഡ്രൈവ് പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ ജൂക്കിയുടെ പണ്ടത്തെ ഒരു വീഡിയോ ആണ് അവിടെ കാണുന്നത്. ഇത് കാണുന്ന ഇവൻ ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇതാണല്ലേ ജൂക്കി, വിശ്വസിക്കാനേ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ഇവൻ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആള്
തരക്കേടില്ല എന്നൊക്കെ ഇവൻ പറയുന്ന ടൈമിൽ അല്ല ഇവൾ ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ എന്നും പറയുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റായിട്ട് ഇവൾ വിളിക്കുമ്പോൾ ഇത്രയും പെർഫെക്റ്റ് ടൈമിൽ ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ വിളിക്കാൻ കഴിയുന്നതെന്ന് അവനോട് പറയുന്നുണ്ട്. ഫോൺ എടുക്കുന്ന സംഗിനോട് ഇവൾ നല്ല നൈസായിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഞാൻ ജോക്കിയ നേരത്തെ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടിയെന്ന്, അതിലൊരു ഫോട്ടോ ശ്രദ്ധിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടായിരുന്നല്ലോ, ഞാനത് കളഞ്ഞു എന്ന് പറയുമ്പോൾ കളഞ്ഞു എന്ന് ചോദിച്ച് ഇവള് ചൂടാകുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ അല്ല കളഞ്ഞില്ല, ഞാൻ കളയാൻ പോകുന്ന വഴിക്കാണെന്ന് പറയുന്നതും അയ്യോ കളയല്ലേ, അത് അത്യാവശ്യമായിട്ട് എനിക്ക് വേണം, നീ നാളെ വന്ന് വാങ്ങാന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവളാണെങ്കിലോ ഫോൺ കട്ട് ചെയ്ത് ഉടനെ തന്നെ അവിടെ നിന്ന് ഓടുന്നുണ്ട്. അതായത് ഇവനെങ്ങാനും ഇത് കളഞ്ഞാലോ എന്ന് വിചാരിച്ച്. അത് തന്നെയായിരുന്നു അവന്റെ ആവശ്യം. ഇവളാണെങ്കിൽ നേരെ വീട്ടിലെത്തുന്നതും ഓടുന്ന തിരക്കില് 2 കാലിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഷൂസ് വരെ ആയിരിക്കും ഇവള് ധരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവനാണെങ്കിൽ ഈ ഡ്രസ്സിലാണോ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ ആ തിരക്ക് പിടിച്ചു വന്നതല്ലേ, അതൊക്കെ അങ്ങ് സംഭവിച്ചു എന്ന് ഇവള് പറയുന്നതും ഇവനാണെങ്കിൽ ആ വീഡിയോയിൽ കണ്ട പെണ്ണ് തന്നെയാണോ ഇതെന്ന് സ്വയം പറയുന്നുണ്ട്. പിന്നീട് ഇവൻ നോക്കുന്ന ടൈമില് ഇവളുടെ കാലിലെ സോക്സിൽ ഒരു ഹോള് കാണുമ്പോൾ ഇവന് ശരിക്കും ചിരി വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാത്ത ഇവളാണെങ്കിൽ അല്ല എന്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുക്കുന്നു പറയുമ്പോൾ അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, പക്ഷെ തരണം എന്നുണ്ടെങ്കിൽ നീ ആദ്യം ഒന്ന് ഇരിക്കേ, ഞാൻ എടുത്തു കൊണ്ടുവരാന്നൊക്കെ പറയുന്നതും ഇവളിരിക്കുന്ന ടൈമിൽ കുടിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവളാണെങ്കിൽ എന്തെങ്കിലും മതി എന്ന് പറയുന്നതും കുറെ ഡ്രിങ്ക്സ് ഉണ്ട് നീ ഇങ്ങോട്ട് വന്നേന്ന് പറയുമ്പോൾ ഈ സോക്സിലെ ഓട്ട ഇവള് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളത് മറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. എന്തെങ്കിലും കൊണ്ടുപോയോ എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ വെള്ളം കൊടുക്കുന്ന ടൈമിൽ ഇവൾ അങ്ങ് നീങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ നിന്നെ അറ്റാക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നു പറയുന്നതും അതിന്റെ ആവശ്യമെന്ന് പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഞാൻ അതെല്ലാം കൊണ്ടുപോയി കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവളാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചെണീക്കുന്ന ടൈമിൽ സോക്സിലെ ഹോൾ ഇവൻ കണ്ട് ചിരിക്കുകയാണ്. അപ്പൊ ഇവനാണെങ്കിലോ പിന്നീട് ചപ്പലെടുത്ത് കൊടുക്കുന്നത് ഇവൾക്കാകെ നാണക്കേടൊക്കെ തോന്നുന്നുണ്ട്. ഇവളാണെങ്കിൽ അത് പെട്ടെന്ന് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇട്ടല്ലോ എന്ന് ഇവൻ കളിയാക്കി പറയുന്നുണ്ട്. വേഗം തന്നു കഴിഞ്ഞാൽ എനിക്കങ്ങ് പോകായിരുന്നു എന്ന് പറയുന്ന ജൂക്കിയോട് അങ്ങനെ പോയി എങ്ങനെ ശരിയാകും, 3 വർഷം അത് എൻ്റെ വീട്ടിലായിരുന്നു, ഞാനത് സൂക്ഷിച്ചില്ലേ, അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉപകാരമൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഈ വീട് മൊത്തം താനങ്ങ് ക്ലീൻ ചെയ്തേക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഇവൾ പറയുമ്പോൾ എന്നാൽ ഞാൻ സാധനം തരത്തില്ല എന്ന് ഇവൻ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം എൻ്റെ ഗതികേടെന്ന് പറഞ്ഞ് ഇവൾ അവിടെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നതും ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ ഇവൾ കിട്ടിയ താപ്പല്ലേ സാധനം അവിടെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന സംഗിനോട് അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു എന്നൊക്കെ ഇവൾ പറയുമ്പോൾ എൻ്റെ സാധനങ്ങൾ ആവശ്യമില്ലാതെ എടുത്ത് നോക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന് ഇവനോട് പറയുന്നുണ്ട്. പിന്നീട് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ടൈമിലും ഈ സെർച്ചിങ് നടത്തുന്നുണ്ട്. അങ്ങോട്ട് സംഗ് വരുന്നത് കാണുമ്പോൾ ഈ സാധനങ്ങളൊക്കെ നല്ല ഒതുക്കിയിട്ടാണല്ലോ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവളങ്ങ് വിഷയം മാറ്റുന്നുണ്ട്. അങ്ങനെ ഇവൾ അവിടെ എല്ലായിടത്തും ക്ലീൻ ചെയ്യുന്നതും അവസാനം ഇവൻ ഡയറിയൊക്കെ എഴുതി വെക്കുന്ന സ്റ്റഡി റൂമിൽ എത്തുന്ന ടൈമിൽ ആ റൂം ക്ലീൻ ചെയ്യേണ്ട എന്ന് ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ അതെന്താ കുഴപ്പമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ ഇത് സ്റ്റഡി റൂമാണല്ലോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, എന്താ ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇവളുടെ വീടിൻ്റെ അവിടുത്തെ ആ ചിത്രം അവൻ വരച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അത് നോക്കിയിട്ട് ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും മതി ഇനി വീടിന്റെ പുറത്ത് വൃത്തിയാക്കാന്ന് പറഞ്ഞ് ഇവൻ വിഷയം അങ്ങ് മാറ്റുന്നുണ്ട്. ജൂക്കിയാണെങ്കിലോ 3 വർഷം മുന്നേ കണ്ട ആളെയല്ല, ഇങ്ങനെ ഒരാൾക്ക് ക്രൂരനാകാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോ കിട്ടിക്കോട്ടെ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവൾ ആലോചിക്കുന്നത് അതായത് ഇവളിവിടെ താമസിച്ച സമയത്ത് ഒരു വീഡിയോയ്ക്ക് 10 മില്യൺ വ്യൂസ് കിട്ടിയിരുന്നു, അത് അച്ഛനും അനിയത്തിയുടെ ഒക്കെ കൂടെ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തൊരു സംഭവമായിരിക്കും. ഇതൊക്കെ ആലോചിച്ചെടുക്കുമ്പോൾ ഇവൾക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് കയറുന്ന ടൈമിൽ അവിടെ സംഗിനെ കാണാതെ വരുമ്പോൾ ഇവളൊന്ന് സെർച്ച് ചെയ്യാൻ നോക്കുന്നതും കറക്റ്റ് ആ ടൈമിൽ സംഗ് വരുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഒന്ന് നോക്കരുതെന്ന്, എന്താ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ഇവനങ്ങ് ക്ലോസ് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ പേടിച്ചിട്ട് ഹായ് നല്ല ചെടിയാണല്ലോ എന്ന് പറഞ്ഞ് പിടിക്കുന്നത് ഒരു മുള്ളു ചെടിയിലായിരിക്കും. ഇവളുടെ കയ്യിൽ മുള്ളും കുത്തുന്നുണ്ട്. പിന്നീട് ഇവനാണെങ്കിൽ ഈ മുള്ളൊക്കെ എടുത്ത് ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നതും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ആ കോൺട്രാക്ട് അത് ഞാൻ ബോധമില്ലാതെ ഒപ്പിട്ട് കൊടുത്തത്, എങ്ങനെയെങ്കിലും ഇതൊന്ന് സോൾവ് ആക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യം തനിക്ക് ഇഷ്ടമല്ലാത്തതായിരുന്നുവെങ്കിൽ താൻ കുടിച്ചാൽ പോലും ഇതിൽ സൈൻ ചെയ്യില്ലായിരുന്നു, എന്നാൽ താൻ കുടിച്ചിട്ടും ഇതിൽ സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ തൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിലോടുള്ളൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കാതെ താൻ സ്വയം ഒന്ന് ചിന്തിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്, എന്നിട്ട് എന്നോട് വന്ന് സംസാരിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുന്നതും ഇവളാകെ ഒന്ന് സ്റ്റക്ക് ആകുന്നുണ്ട്. അപ്പോഴാണ് ഈ ടാറ്റൂവിൻ്റെ അടുത്ത് എന്തോ എഴുതിയിരിക്കുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നത്. അതെന്താ എഴുതിയിരിക്കുന്നതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അതൊരു പേരാണ്, ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണെന്ന് പറയുമ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇതൊക്കെ എഴുതുമെന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും ഇവൾക്ക്. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല അത് വല്ല പെൺകുട്ടികളുടെ പേരൊക്കെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് ഇവനൊരു ചിരിയോടുകൂടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇവളാണെങ്കിലും അയ്യോ എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് കരയുന്നതും ഇതെന്താ പെട്ടെന്ന് കുട്ടികളെ പോലെ നീ പെരുമാറുന്നേ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഫോട്ടോ ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ അമ്മയുടെ ഈ ഒരു ഫോട്ടോ മാത്രമേ ഞങ്ങളുടെ കയ്യിലുള്ളൂ എന്ന് പറയുന്നതും അപ്പോൾ ഇവനാണെങ്കിൽ ഇത് തന്നെയാണല്ലോ നേരത്തെ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ഫോട്ടോ ചോദിച്ചു വന്നില്ലേ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ എനിക്കതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സംഘാണെങ്കിൽ ഒരു ഗുഡ് ബൈ എങ്കിലും പറഞ്ഞൂടെ, അതിൽ പോലുള്ള മാനേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. പിന്നീട് ജൂക്കിയുടെ സിസ്റ്റർ അമ്മയുടെ ഫോട്ടോ
ഇങ്ങനെ നോക്കി കിടക്കുന്നതും ഇവളാണെങ്കിൽ സംഗ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായത് നിന്റെ ബ്രെയിൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യം എവിടെയോ കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നീ ആ പേപ്പറിൽ സൈൻ ചെയ്തത് എന്ന്. അതൊക്കെ ആലോചിച്ച് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ഇവളിങ്ങനെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ സംഗ് ആണെങ്കിലോ ഇവളുടെ മ്യൂസിക് പ്ലേ ചെയ്യുന്നതും ആ സമയത്ത് ആ വീട്ടിൽ മൊത്തം ഇവളെ കാണാനുണ്ട്. അതായത് നേരത്തെ ഇവൾ പണിയൊക്കെ ചെയ്തല്ലോ, ആ കാര്യങ്ങളൊക്കെ ഇവൻ ഓർത്തെടുക്കുന്നതും ചിരിക്കുന്നതുമായിട്ടുള്ളൊരു സീനാണ് കാണിക്കുന്നത്.